ക്ലീനിങ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മളൊരു തുണി വിരിക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ സ്റ്റാൻഡ് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബോക്സ്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. നമ്മുടെ സ്റ്റാൻഡാണ്. വെട്ടി തുറന്ന് പുറത്തെടുത്തപ്പോഴത്തേനും നമ്മളാകെ കൺഫ്യൂസ്ഡായി പോയിട്ടാണ്. കാരണം കുറേ ഇങ്ങനെയുള്ള സ്റ്റീൽ റോഡുകളും കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു സാധനങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അതെന്ത് ചെയ്യണം, എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊന്നും ആദ്യം പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷനായി. പക്ഷേ നമുക്ക് ഒന്ന് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടപെട്ടെങ്കിലും പറഞ്ഞിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് പാർട്സായിട്ടാണ് കേട്ടോ വരണത്. നമ്മളത് ഓരോന്ന് ജോയിൻ ചെയ്ത് ഫിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് മറ്റേ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് അതിൻ്റെ റോഡ്സ് എല്ലാം. പിന്നെ അല്ലാതെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കും ആയിരുന്നു കേട്ടോ. പിന്നെ താഴെ 360 ഡിഗ്രി കറങ്ങുന്ന വീലും ഉണ്ട്. 4 വീല് 4 സൈഡും ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റ് ആയിരുന്നു. നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഭാഗത്തിന് ഡാമേജുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചെറിയ ചെറിയ മാനുഫാക്ചറിങ് വരുന്ന വ്യത്യാസങ്ങളായിരുന്നു. അതായത് റോഡ് കയറ്റാനായിട്ട് ആ സ്റ്റീൽ റോഡ്സ് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഹോൾസിൽ ചിലതൊക്കെ കുറച്ച് ടൈറ്റായിട്ട് ഇരുന്ന് വെച്ചത് പിന്നെ നമ്മൾ അടിച്ച് താഴ്ത്തി അങ്ങ് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ മിസ്റ്റേക്സാണ്. നമ്മളെക്കാളും പൊക്കോണ്ടിട്ട് ഈ സാധനം നമ്മൾ ഉണ്ടാക്കി വന്നപ്പോഴത്തേനും ഇതിന് ഞങ്ങൾ വാങ്ങിച്ചത് 4 ടയേഴ്സിൻ്റെയാണ്. 3 ടയേഴ്സിൻ്റെയും ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ട് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇനി ഇത് നമുക്ക് ഉപയോഗിച്ചതിന് ശേഷമേ അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഉപയോഗിച്ചതിന് ശേഷമേ അറിയാൻ പറ്റുള്ളൂ. ഇത്രയും തുണിയൊക്കെ അതിനകത്തേക്ക് കൊള്ളുമോ ഇല്ലെന്ന് അറിയില്ലല്ലോ. സ്റ്റാൻഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. നമുക്കിത് താഴത്ത് വീലുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെക്കാൻ പറ്റുമേ. ഇതിപ്പോൾ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ തുണി ഇത്രയും ഇതിൽ നിൽക്കുമോ കൊള്ളുമോ എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഓൾ ബെൽ ഐക്കണും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും കേട്ടോ.